എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 130 നെഞ്ചോടു പുലർത്തൽ, ഹൃദയത്തോടു പിണങ്ങൽ. മതിയായ കാരണങ്ങൾ ഉണ്ടായിട്ടും പരസ്പരം കണ്ടുമുട്ടുകയും അടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നായികാനായകന്മാർ തങ്ങളിൽ പിണങ്ങാനല്ല മുതിർന്നത്. സംയോഗകാംക്ഷയാൽ നിലമറന്ന് ത്രസിക്കുന്ന സ്വന്തം ഹൃദയത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തി അതിനോട് വാദിക്കുന്നത്. അവർ നെഞ്ചവർ കാതൽ കണ്ടും എവൻ നെഞ്ചേ നീ എമക്കാകതതു നാഥന്നു വശകം തൻ ചിത്തം എൻ ചിത്തമേ നീ എന്തെനിക്കെതിരാവാൻ. നെഞ്ചേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയമേ, അവർ നെഞ്ചോ നാഥൻ്റെ ഹൃദയമാണെങ്കിൽ, അവർ കാതൽ അവൻ്റെ ആജ്ഞയ്ക്കും താല്പര്യത്തിനും മാത്രം വഴങ്ങി, എമക്കാകാതതു എനിക്ക് വഴങ്ങി നിൽക്കാത്തത്, എവൻ എന്തുകൊണ്ടാണ്, നാഥൻ്റെ പേരിൽ കാര്യകാരണ സഹിതം പിണങ്ങാനുള്ള എത്രയോ കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിന് തുനിയാത്ത ഹൃദയത്തോട് നായിക പറയാണ്, നാഥൻ്റെ ഹൃദയം അവൻ്റെ മാത്രം ആജ്ഞാനുവർത്തിയായി നിൽക്കുന്നു. എന്നെക്കുറിച്ച് വിചാരിക്കുക പോലും ചെയ്യണ്ട എന്ന് അവന് തോന്നിയാൽ ആ ഹൃദയം ഉടനെ അനുസരിക്കുകയാണ്, എന്നെ മറക്കുന്നു. എന്നാൽ നിന്റെ പിടിപ്പില്ലായ്മ മഹാകഷ്ടം തന്നെ. ഹൃദയത്തോടാണ് പറയുന്നത് അവരുടെ നായികയുടെ. അവനെ സ്മരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ ഉടനെ അവനെ സ്മരിക്കാൻ തുടങ്ങും. എല്ലാം വിപരീതമായിട്ടേ ചെയ്യൂ. ഇങ്ങനെ എപ്പോഴും മറുപക്ഷം ചേരുന്ന നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു പ്രതിസന്ധി വരുമ്പോൾ മറ്റാരും സഹായത്തിനില്ലെങ്കിലും അവനവൻ്റെ ഹൃദയമെങ്കിലും കൂടെ നിൽക്കേണ്ടതല്ലേ? നീ അവൻ്റെ ഹൃദയത്തെ കണ്ടെങ്കിലും, അതായത് നായകൻ്റെ ഹൃദയത്തെ കണ്ടെങ്കിലും അനുസരണാശീലം പഠിക്കൂ. ഉറ തവർ കണ്ട കണ്ണും അവരെ ചെറ അരനച്ചേറിയൻ നെഞ്ചു. അലിവറ്റോനെന്നതറിഞ്ഞും പ്രിയം തേടി അണയുന്നതെന്തെൻ്റെ നെഞ്ചം, എൻ നെഞ്ച് എൻ്റെ ഹൃദയം. ഉറ അതവർ കണ്ട കണ്ണും എന്ന് പറഞ്ഞാൽ ഒട്ടും സ്നേഹമില്ലാത്തവനാണ് എന്ന് കണ്ടറിഞ്ഞിട്ടും ചെറാരന കോപിക്കുകയില്ല, നിരസിക്കുകയില്ല എന്നൊക്കെ കരുതി അവരെ അവൻ്റെ അടുത്തേക്ക് ചേറി ചെല്ലുന്നുവല്ലോ. അവൻ നമ്മോട് അല്പം പോലും കരുണയില്ലാത്തവനാണെന്ന സത്യം അനുഭവങ്ങൾ കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞു. എങ്കിലും അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവൻ നിരസിക്കുകയില്ല, നന്നായി സ്നേഹിക്കും എന്നൊക്കെ കരുതി എന്തിനാണ് വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകുന്നത്? അവിവേകം തന്നെയല്ലേ ഇതും എന്നാണ് ഹൃദയത്തോട് ചോദിക്കുന്നത്. കെട്ടാർക്കു നട്ടാരിൽ എൺപതോ നെഞ്ചേ നീ പെട്ടാങ്കവർ പിൻ ചെലൽ. കെട്ടവർ കുറ്റോരില്ലെന്നോർത്തോ നെഞ്ചെ പിൻപറ്റുന്നത് എന്നെ വിട്ടവന്. നെഞ്ചേ നീ, മനസ്സേ നീ, അവർ പിൻ ചെല്ല അവൻ്റെ പിന്നാലെ പോകുന്നതിന്. കെട്ടാർക്ക് പാടെ അധപ്പതിച്ചു പോയവർക്ക്, നട്ടാരിൽ ബന്ധുക്കളായ ആരും ഉണ്ടാവുകയില്ല. എൺപതോ എന്നു കരുതിയിട്ടാണോ? മനസ്സേ, നശിച്ചു പോയവരുടെ കൂടെ ബന്ധുക്കൾ ആരും ഉണ്ടാവുകയില്ല എന്ന ലോകസത്യം കണ്ടറിഞ്ഞിട്ടാണോ പ്രേമത്തിൻ്റെ പേരിൽ അപഭ്രംശം സംഭവിച്ച നീ എന്നെ വിട്ടുപോയി സദാ അവൻ്റെ പിന്നാലെ അലയുന്നത്? ഇനി എന്നെ നിന്നോടു ചൂഴ്വാറിയാർ നെഞ്ചേ തുനി ചെയ്തു തൂവായി കാൺ മറ്റു. ഇനി നിന്നോടാർക്കു കൂട്ടൻ നെഞ്ചേ ചിന്തിച്ചു മതി സംഘമെന്നു കരുതിയില്ല. തുനി ചെയ്തു അവൻ്റെ തെറ്റുകുറ്റങ്ങൾ നോക്കി പിണങ്ങുന്നില്ല. മറ്റു തൂവായ് പിന്നീട് അനുഭവിച്ചു കൊള്ളാം എന്നും വിചാരിക്കുന്നില്ല. ഇനി തുടർന്ന് അന്ന അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ നിന്നോട് കൂടി ചൂഴ്വാർ ചിന്തിച്ച് ചെയ്യുന്നവർ യാർ ആരെങ്കിലും ഉണ്ടാകുമോ? മനസ്സേ, എന്തൊരു നാണക്കേടാണ് നീ വരുത്തി വച്ചിരിക്കുന്നത്. അവൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം അവനെ കണ്ടപ്പോൾ തന്നെ മറന്ന് ആ നിമിഷം മുതൽ നീ അഭിരമിച്ചു തുടങ്ങി. മനസ്സിനോട്, അതായത് ഹൃദയത്തോടാണ് സംവദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടിയിരുന്നത്. ആദ്യം പരിഭവിക്കുക, പിണങ്ങി മാറുക, അങ്ങനെ അവനെ ധർമ്മസങ്കടത്തിലാഴ്ത്തുക, എന്നിട്ട് അവസാനം മാത്രമല്ലേ ഇണങ്ങാവൂ. നിനക്ക് ഒരു വ്യവസ്ഥയുമില്ല, അതുകൊണ്ട് നിന്നോട് കൂട്ടിന് ഇനി ഞാനില്ല. പെറ അമൈ അഞ്ചും പെറിൻ പിരിവഞ്ചും അറ അ ഇടും പൈത്തൻ നെഞ്ചു. ചേരായിലും ഭയം ചേരുകിൽ വിയോഗ ഭയമീ നെഞ്ചു ഭയചകിതമെന്നും. പെറ അമൈ ലഭിക്കാതെ വരുന്ന അവസ്ഥയെക്കുറിച്ച്, അഞ്ചും എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന, പെറിൻ ഒപ്പം കൂടുകയാണെങ്കിലോ, പിരിവഞ്ചും പിരിഞ്ഞു പോയേക്കുമോ എന്ന് ഭയപ്പെടുന്നു,
എൻ നെഞ്ചു എൻ്റെ ഹൃദയം, അറാ ഒരിക്കലും വിട്ടൊഴിയാത്ത, ഇടും പൈത്തു ദുഃഖത്തിൽ പെട്ടിരുന്നു. നായിക തോഴിയോട് ഇങ്ങനെ പറയാണ്, വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എൻ്റെ ഹൃദയത്തിന്. അവൻ ദൂരത്തായിരിക്കുമ്പോൾ ആശ്ലേഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ഭയം. അവൻ വല്ലപാടും വന്നു ചേർന്നാലോ ആശ്ലേഷസുഖം പൂർണ്ണമായി അനുഭവിക്കും മുമ്പ് പിരിഞ്ഞു പോയേക്കുമോ എന്ന് ഭയപ്പെടുന്നു. എൻ നെഞ്ച് എൻ്റെ ഹൃദയം, അറാ ഒരിക്കലും വിട്ടൊഴിയാത്ത, ഇടും പൈത്തു ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്നു. നായിക തോഴിയോട് പറയുന്നതാണ് നമ്മൾ കേട്ടത്. പലതരത്തിലും ഇപ്പോൾ അവൻ സമീപത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ ദുഃഖം, ദൂരത്തായിരിക്കുമ്പോൾ വേറെ തരത്തിൽ ദുഃഖം. ഇനി അവൻ വന്നു ചേർന്നാലോ ആശ്ലേഷസുഖം അനുഭവിക്കും മുമ്പ് പിരിഞ്ഞു പോയാലോ എന്നാണ് ഭയം. അങ്ങനെ ഒരു വിധത്തിലും മോചനമില്ലാതെയാണ് ഈ നായികയുടെ മനസ്സ്. തനിയെ ഇരുന്തു നിനൈ തക്കാൽ എന്നൈ തിനിയ ഇരുന്തതെൻ നെഞ്ചു, തനിയെ ഇരുന്നു നിനക്കെവി തിന്നുവാൻ വരികയാണെന്നെൻ ചിത്തം. തനിയെ തനിച്ചിരുന്ന് നിനൈ തക്കാൽ ഓരോന്ന് ചിന്തിച്ചപ്പോൾ, തോഴി ഞാനിവിടെ തനിയെ ഇരുന്ന് കാന്തൻ്റെ കുറ്റങ്ങൾ ഓരോന്നായി ഓർക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയമാകട്ടെ എന്നെ കാർന്നു തിന്നാൻ വരും പോലെ ദുഃഖിപ്പിക്കുന്നു. നായികയ്ക്ക് നായകൻ്റെ കുറ്റങ്ങൾ ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഹൃദയം അവരെ വേദനിപ്പിക്കുന്നു. നാണും മറന്തേൻ അവർ മറക്കല്ല എൻ മാണാ മട നെഞ്ചിറ് പട്ടു, നാണം മറന്നേ നവൻ മറന്നിട്ടു മധു കാണാത്ത ചുണകെട്ട നെഞ്ചാൽ, അവർ മറക്കല്ല അവനെ മറക്കാത്ത, മാണ തൻ്റെടമില്ലാത്ത, എൻ മട നെഞ്ചിറ് പട്ടു എൻ്റെ മൂഢഹൃദയത്തിൻ്റെ പ്രേരണ മൂലം, നാണം പോലും മറന്തേൻ ഞാൻ മറന്നുപോയി. തോഴി നമ്മെ മറന്നു കഴിഞ്ഞാൽ അവനെ അങ്ങോട്ടും മറക്കുകയല്ലേ വേണ്ടത്. എന്നാൽ എൻ്റെ ചുണകെട്ട ഹൃദയമാവട്ടെ വീണ്ടും വീണ്ടും അവനെ ചുറ്റി അലയുകയാണ്. അങ്ങനെ ചുണകെട്ട തൻ്റെടമില്ലാത്ത ഈ ഹൃദയത്തോട് കൂട്ടുകൂടിയതിൻ്റെ ഫലമായി എനിക്ക് ജീവനേക്കാൾ വിലപ്പെട്ട നാണം കളഞ്ഞു കുളിക്കേണ്ടതായി വന്നു. എള്ളിൻ ഇളിവാം എൻ്റെണ്ണി അവർ തിറം ഉള്ളും ഉയിർക്കാതൽ നെഞ്ചു, താഴ്ത്തൽ ഇഴിവേകും നമുക്കെന്നു തന്മേന്മ വാഴ്ത്തുന്നത് ഉയിർ പറ്റും നെഞ്ചം. ഉയിർക്കാതൽ നെഞ്ചു ജീവനെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം. എള്ളിൻ തരം താഴ്ത്തുകയാണെങ്കിൽ ഇളിവാം നാണക്കേടായിത്തീരും. എൻ്റെണ്ണി എന്നു കരുതി അവൻ തിറം അവൻ്റെ നന്മകൾ. ഉയിരിൽ പറ്റി നിൽക്കുന്ന ജീവനെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം അവൻ നമ്മെ വിട്ടുപോയി എന്ന ക്രൂരതയെ ചൊല്ലി ഇകഴ്ത്തുന്നില്ല. കാരണം 4 പേർ കേൾക്കെ അവന് അങ്ങനെ ചെയ്താൽ അതിൻ്റെ പഴിയും കുറവും ഒക്കെ നമുക്കും അനുഭവിക്കേണ്ടി വരുമല്ലോ. അവൻ ഇട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴി നായികയ്ക്കും കൂടി അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നത് ഓർത്തിട്ടാണെന്നാണ് അവനെ കുറ്റം പറയാത്തതെന്ന് പറയാം. മറിച്ച് നിലനിൽപ്പിന് വേണ്ടി അവൻ്റെ മഹിമകൾ കണ്ടെത്തി ഓരോന്നായി പുകഴ്ത്തുക എന്നതായിരിക്കുന്നു ഇപ്പോഴത്തെ ബുദ്ധി. തുൻപത്തിറുകിയാരെ തുണയ്യാവാർ താമുടയ നെഞ്ചം തുണയ്യൽ വഴി, തുമ്പത്തിലാർ തുണയാവുന്നു തങ്ങൾ തൻ നെഞ്ചും തുണയ്ക്കാതിരുന്നാൽ. തുൻപത്തിറുകു ദുഃഖമുണ്ടാകുമ്പോൾ, താമുടയ്യ അവനവൻ്റെ നെഞ്ചം ഹൃദയം, തുണൈ അൽ വഴി തുണയാകാതിരിക്കുമ്പോൾ, യാരെ മറ്റാരാണ് തുണയ്യാവാർ സഹായിക്കാൻ വരുന്നത്. തോഴി പ്രതിസന്ധികളിലും ദുഃഖാവസ്ഥകളിലും ഒരാളെ സമാധാനിപ്പിക്കുകയും സഹായിക്കുകയും വഴികാട്ടുകയും ഒക്കെ ചെയ്തു നയിക്കേണ്ടത് അവനവൻ്റെ ഹൃദയം തന്നെ. ഹൃദയം പോലും തുണയ്ക്കാത്ത ഒരാളെ മറ്റാരാണ് സഹായിക്കുക. തഞ്ചം തമരല്ലർ ഏതിലാർ താമുടയ്യ നെഞ്ചം തമരൽ വഴി, തുണയാവുകിൽ അന്യർ തങ്ങൾ തൻ ചിത്തമേ വിപരീതഭാവത്തിൽ നിന്നാൽ. താമുടയ്യ അവനവന് സ്വന്തമായ, നെഞ്ചം മനസ്സ്, തമരൽ വഴി അവനവൻ്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാത്തിടത്തോളം, ഏതിലർ യാതൊരു ബന്ധവുമില്ലാത്ത അന്യർ, തമരല്ലർ സഹായികളായി വരിക എന്നത് തഞ്ചം എളുപ്പമാണോ? നമ്മുടെ കൂടെയുള്ള നമ്മുടെ തന്നെ ഭാഗമായ നമ്മെ സഹായിക്കേണ്ട മനസ്സ് തന്നെ നമ്മോട് ശത്രുതാഭാവം പൂണ്ട് വിരുദ്ധമായി നിൽക്കുമ്പോൾ, യാതൊരു ബന്ധവുമില്ലാത്ത അയൽക്കാർ സഹായിക്കാൻ വരുന്നില്ലെങ്കിൽ
അതിൽ അത്ഭുതപ്പെടാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു. നാളെ അധികാരം 131 പുലവി പിണക്കം. അപ്പോൾ അത് നാളെ നോക്കാം നമുക്ക്. നന്ദി.